വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 15-ാം അധ്യായം 42 മുതൽ 47 വരെയുള്ള വചനങ്ങൾ യേശുവിനെ സംസ്കരിക്കുന്നു. അന്ന് സാബത്തിന് തൊട്ടു മുമ്പുള്ള ഒരുക്ക ദിവസമായിരുന്നു. അതിനാൽ വൈകുന്നേരമായപ്പോൾ അരിമത്യാക്കാരനായ ജോസഫ് ധൈര്യപൂർവം പീലാത്തോസിനെ സമീപിച്ചു. അവൻ ആലോചനാ സംഘത്തിലെ ബഹുമാന്യനായ ഒരംഗവും ദൈവരാജ്യം പ്രതീക്ഷിച്ചിരുന്നവനുമായിരുന്നു. അവൻ പീലാത്തോസിന്റെ അടുത്തെത്തി യേശുവിന്റെ ശരീരം ചോദിച്ചു. അവൻ മരിച്ചു കഴിഞ്ഞുവോ എന്ന് പീലാത്തോസ് വിസ്മയിച്ചു. അവൻ ശതാധിപനെ വിളിച്ച് അവൻ ഇതിനകം മരിച്ചു കഴിഞ്ഞു എന്ന് അന്വേഷിച്ചു. ശതാധിപനിൽ നിന്നും വിവരം അറിഞ്ഞതിനു ശേഷം അവൻ മൃതദേഹം ജോസഫിന് വിട്ടുകൊടുത്തു. ജോസഫ് ഒരു തുണി വാങ്ങി അവനെ താഴെ ഇറക്കി അതിൽ പൊതിഞ്ഞ് പാറയിൽ വെട്ടിയൊരുക്കിയ കല്ലറയിൽ അവനെ സംസ്കരിക്കുകയും കല്ലറയുടെ വാതുക്കൽ ഒരു കല്ല് ഉരുട്ടി വയ്ക്കുകയും ചെയ്തു. ആദ്യ സുവിശേഷമായ മർക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായം 42-ാം വചനമാണ് നമ്മൾ കേട്ടത്. സാബത്ത് തുടങ്ങുകയാണ്. വെള്ളിയാഴ്ച രാവിലെയാണ് യേശുവിനെ കുരിശിൽ തറച്ചത്. വൈകിട്ടായപ്പോഴേക്കും യേശു മരിച്ചു എന്ന് അരിമത്യാക്കാരനായ ജോസഫ് മനസ്സിലാക്കുകയാണ്. അദ്ദേഹം സൻഹേദ്രിയൻ സംഘത്തിലുള്ള ഒരു വ്യക്തിയും ദൈവരാജ്യം പ്രതീക്ഷിച്ചിരുന്നവനുമായിരുന്നു. സൻഹേദ്രിയൻ സംഘത്തിൽപ്പെട്ട മറ്റൊരാളാണ് നിക്കോദേമോസ്. മർക്കോസിന്റെ സുവിശേഷ പ്രകാരം യേശുവിന്റെ ശരീരം കുരിശിൽ നിന്നും ഇറക്കുവാനായിട്ട് വരുന്നത് അരിമത്യാക്കാരൻ യോസേപ്പിന്റെ പേര് മാത്രമേ ഇവിടെ വെളിപ്പെടുത്തുന്നുള്ളൂ. യേശുവിനെ ഇറക്കി എന്നാണ് പറയുന്നത്. അപ്പൊ കുരിശിൽ കിടക്കുന്ന യേശുവിനെ വളരെ ഭക്തിയോടെ സ്നേഹത്തോടെ ആ താഴോട്ട് ഇറക്കുവാനായിട്ട് ആരുടെയെങ്കിലുമൊക്കെ സഹായം തീർച്ചയായിട്ടും ലഭിച്ചിട്ടുണ്ടാവും. പരിശുദ്ധ അമ്മ കുരിശിന്റെ ചുവട്ടിലുണ്ട്, ഭക്ത സ്ത്രീകളുണ്ട്. അപ്പൊ ഇറക്കി എന്നാണ് നമ്മൾ കാണുക. ഇറക്കി വളരെ സ്നേഹപൂർവമാണ്. ചിലതൊക്കെ നമ്മൾ പറയും വെട്ടിയിട്ടു എന്ന്. അങ്ങനെയല്ല ചെയ്ത് യേശുവിനെ വളരെ സ്നേഹത്തോടെ ഇറക്കുകയാണ്. ഈ ഇറക്കിയ യേശുവിന് വേണ്ടി അടക്കം ചെയ്യുവാനായിട്ട് ഒരു ലിനൻ ക്ലോത്ത് വാങ്ങി എന്നാണ് ചരിത്രം പറയുന്നത്. ആ വസ്ത്രം ഇന്നും നിലനിൽക്കുന്നുണ്ട്. തീപിടുത്തത്തിൽ അല്പഭാഗമൊക്കെ കത്തിപ്പോയിട്ടുണ്ടെങ്കിലും ആ പൊതിഞ്ഞ തുണിയിലെ യേശുവിന്റെ രൂപം അവിടെ പതിഞ്ഞിട്ടുണ്ട്. യേശുവിനെ ഇറക്കാനായിട്ട്, യേശുവിനെ കൊടുക്കാനായിട്ട് തയ്യാറാകുന്ന അരിമത്യാക്കാരൻ ജോസഫ് ആ ഒരു മനോഭാവത്തോടെ നമ്മൾ മുമ്പോട്ട് പോകണമെന്നാണ് വചനം നമ്മളോട് പറയുന്നത്. യേശുവിന്റെ അടുത്തെത്തിയാണ് അവൻ ശരീരം ഇറക്കി. യേശുവിന്റെ അടുത്തെത്തി. ഗാഗുൽത്താ മലയിലെ പോകുവാനും യേശുവിന്റെ കല്ലറ കാണുവാനുമായിട്ട് എനിക്കൊരു അവസരം ലഭിച്ചു. സ്നേഹമുള്ളവരെ, തിരക്കില്ലാത്ത ഒരു ദിവസമായിരുന്നത് കൊണ്ട് ഞാൻ ആ യേശുവിനെ അടക്കി എന്ന് പറയുന്ന കല്ലറയിലേക്ക് ഇറങ്ങി. സ്വർണം പൂശിയ, സ്വർണത്തിന്റെ മുഴുവനും അലങ്കാരത്തോടുകൂടി നിൽക്കുന്ന മനോഹരമായ ഒരു കബറിടമാണ്. ആ കബറിടത്തിലേക്കാണ് ഇറങ്ങുവാനായിട്ടുള്ള ഭാഗ്യം. എന്റെ ഈ ശിരസ് ആ കബറിടത്തിൽ മുട്ടിച്ചേതാനും മിനിറ്റുകൾ നിൽക്കാനായിട്ട് സാധിച്ചു. അതിന്റെ ഉള്ളറയിൽ നിന്ന്, ആ കബറിടത്തിന്റെ ആ മുറിയിൽ നിന്ന്, ആ കബറിടത്തിന്റെ ആ സ്ഥലത്തു നിന്ന് ഞാൻ ആ തിരി കൊണ്ടുവന്ന് ചില ആളുകൾക്കൊക്കെ കൊടുക്കുകയും വലിയ അനുഭവങ്ങൾ സ്വീകരിക്കുകയും ചെയ്തു. ഇന്ന് എൻ്റെ കയ്യില് അതിൽ ഒരു മെഴുകുതിരിയുണ്ട്. പടയാളി ഒരുവൻ കുന്തം കൊണ്ട് കുത്തി ഉടനെ രക്തവും വെള്ളവും ഒഴുകിയെന്ന് നമ്മൾ എല്ലാ ദിവസവും ദിവ്യബലിയിൽ സീറോ മലബാർ ചർച്ചില് കുർബാനയിൽ പറയുന്നുണ്ട്. മരിച്ചു കഴിഞ്ഞ് യേശു ഉയർക്കുമെന്നുള്ളൊരു വിശ്വാസം അരിമത്യാക്കാരൻ ജോസഫിനുണ്ട്, പീലാത്തോസിനും പീലാത്തോസിന്റെ പട്ടാളക്കാർക്കുമുണ്ട്. അതുകൊണ്ട് അവിടെ കാവലേർപ്പെടുത്തുന്നുണ്ട്. ജോസഫിന് വിട്ടുകൊടുത്ത ശരീരം ഏറ്റവും സ്നേഹത്തോടെ സ്വീകരിക്കുകയും കല്ലറയിൽ അടക്കുകയും ഒരു കല്ലുരുട്ടി വയ്ക്കുകയും ചെയ്തു. ആ യേശുവിനെ അടക്കിയ സ്ഥലം ഭക്ത സ്ത്രീകൾ സന്ദർശിച്ചു. പേര് വ്യക്തമായിട്ട് പറയുക: മഗ്ദലന മറിയവും യോസയുടെ അമ്മയായ മറിയവും. ഈശോയുടെ ആ മൃതശരീരത്തിന്റെ അരികെ, ആ ശവസംസ്കാരം നടന്ന സ്ഥലം
ഇവര് രണ്ട് പെണ്ണുങ്ങൾ കൂടി. എന്തുകൊണ്ടാണ് പെണ്ണുങ്ങളുടെ പേര് എഴുതുന്നത് എന്ന് ചോദിച്ചാല് അവരുടെ സാക്ഷ്യം പോലും സത്യമാണെന്ന് തെളിയിക്കാനാ. മരിച്ച അടക്കിയ യേശു അവിടെ കിടന്നില്ല എന്ന് നമുക്കറിയാം. മൂന്നാം ദിവസം മഹത്വപൂർണനായിട്ട് ഉയർത്തെഴുന്നേറ്റു. ആ യേശുവിനെ നമുക്ക് സ്വീകരിക്കാം. തുടർന്ന് വരുന്ന വായനകളില് നമുക്കത് ശ്രദ്ധിക്കാം. ഈശോയുടെ ധാരാളമായ അനുഗ്രഹം നമുക്ക് ലഭിക്കുന്നു. 44-ാമത്തെ വചനം പറയുകയാണ്, മരിച്ചു കഴിഞ്ഞു എന്ന് പീലാത്തോസ് വിസ്മയിച്ചു. റോമൻ സാമ്രാജ്യത്തിലെ ഗവർണറാണ് പന്തിയോസ് പീലാത്തോസ്. യേശു ഇത്ര പെട്ടെന്ന് മരിച്ചോ? അത്രയും ശക്തമായ പീഡനങ്ങളേറ്റാണ് യേശു മരിച്ചത്. ആ മരിച്ച യേശുവിനെ ഇറക്കി മരിക്കുന്ന അവസരത്തിൽ ഒരു കാര്യം കൂടി യോഹന്നാൻ സുവിശേഷകൻ പറയുന്നുണ്ട്, യേശുവിന്റെ വിലാപത്തില് യേശുവിന്റെ ഹൃദയത്തിൽ കുത്തി എന്ന്. യോഹന്നാന്റെ സുവിശേഷം 19:34 പറയുകയാണ്, അവിടുത്തെ ചങ്കിൽ നിന്ന് രക്തവും വെള്ളവും ഒഴുകി. ആ കണ്ടയാൾ സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നു, ആ സാക്ഷ്യം സത്യവുമാകുന്നു. ദുഃഖശനിയാഴ്ച പുതിയ ദീപവും പുതിയ വെള്ളവും വെഞ്ചരിക്കുന്ന ദിവസമാണ്. പുതിയ തീയും പുതിയ ജലവും നമുക്ക് നൽകുന്നു. രണ്ടും സൂചിപ്പിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. ആ പരിശുദ്ധാത്മാവ് വന്ന് ആ മൃതമേനിയിൽ ആവസിച്ച് യേശു ഉയർത്തെഴുന്നേറ്റു എന്നാണ് വിശ്വസിക്കാം. ദൈവത്തിൻ്റെ അനുഗ്രഹത്താൽ എല്ലാവരും നിറയട്ടെ. ദൈവമേ നന്ദി. എല്ലാവർക്കും മുൻകൂട്ടി തന്നെ ഈസ്റ്റർ മംഗളങ്ങൾ നൽകുന്നു. ദൈവത്തിൻ്റെ അനുഗ്രഹം നിങ്ങളിലേക്ക് ഒഴുകുന്നു. ത്തിലേക്ക് കടന്നു വരുന്നു. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ യേശുവേ, ദുഃഖവെള്ളിയാഴ്ച കഴിഞ്ഞ് ദുഃഖശനിയാഴ്ചയിലേക്ക് ഒരുങ്ങുന്ന ഞങ്ങളെ ഓരോരുത്തരെയും വിശുദ്ധീകരിക്കണമേ. പുത്തൻ വെള്ളവും പുത്തൻ തീയുമെല്ലാം ദുഃഖശനിയാഴ്ചത്തെ അടയാളമാണല്ലോ. അത് സ്വീകരിക്കാനും ജീവിതം നവീകരിക്കാനും ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമേ. അതിനു വേണ്ടുന്ന അനുഗ്രഹം നമുക്ക് ലഭിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.